ടൈറ്റനസ് എന്ന ഭീമൻ ഉൽക്ക ഭൂമിയിലേക്ക് അതിവേഗം നീങ്ങുന്നത് ശാസ്ത്രജ്ഞർ അടുത്തിടെ കണ്ടെത്തിയിരുന്നു. ഇത് കേരളവുമായി നേരിട്ട് കൂട്ടിയിടിക്കുന്ന പാതയിലായിരുന്നു. ബഹിരാകാശ ഭീഷണികളോടുള്ള ഭൂമിയുടെ ദുർബലതയെക്കുറിച്ചുള്ള വ്യക്തമായ ഓർമ്മപ്പെടുത്തൽ ലോകം നേരിടാൻ പോവുകയായിരുന്നു. ടൈറ്റനസ് ഒരു സാധാരണ ഉൽക്ക മാത്രമല്ല, ഇരുമ്പ്, നിക്കൽ, മറ്റ് ലോഹങ്ങൾ എന്നിവ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട ഒരു വലിയ ഛിന്നഗ്രഹ വലുപ്പമുള്ള പാറയായിരുന്നു അത്. 1.5 കിലോമീറ്റേഴ്സ് വ്യാസമുള്ള ഇത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കത്തിത്തീരാൻ കഴിയാത്തത്ര വലുതാണ്. നിരുപദ്രവകരമായ പ്രകാശത്തിന്റെ വരകൾ സൃഷ്ടിക്കുന്ന ചെറിയ ഉൽക്കകളിൽ നിന്ന് വ്യത്യസ്തമായി ടൈറ്റനസ് അതിന്റെ പൂർണ്ണ ശക്തിയോടെ ഭൂമിയിൽ പതിക്കും. മണിക്കൂറിൽ 72,000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഇതിന് സങ്കല്പിക്കാനാവാത്ത നാശമുണ്ടാക്കാനുള്ള കഴിവുണ്ട്. അതിന്റെ പാത പിന്തുടർന്ന് മാസങ്ങൾക്ക് ശേഷം ടൈറ്റനസ് തെക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലെ തീരദേശ സംസ്ഥാനമായ കേരളത്തിലേക്ക് നേരെ നീങ്ങുകയാണെന്ന് ശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ചു. ടൈറ്റനസ് പോലുള്ള ഉൽക്കകൾ ബഹിരാകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന വലിയ ഛിന്നഗ്രഹങ്ങളുടെയും ധൂമകേതുക്കളുടെയും ശകലങ്ങളാണ്. അവ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുമ്പോൾ ഫ്രിക്ഷൻ അവയെ ചൂടാക്കുകയും ഷൂട്ടിംഗ് സ്റ്റാറുകൾ എന്ന് വിളിക്കുന്ന പ്രകാശത്തിന്റെ തിളക്കമുള്ള വരകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. മിക്ക ഉൽക്കകളും ചെറുതും ഒരു കേടുപാടുകളും വരുത്താതെ കത്തുന്നതാണ്. പക്ഷേ ടൈറ്റനസ് അതിന് വളരെ വലുതായിരുന്നു. അത് അന്തരീക്ഷത്തിലേക്കുള്ള പ്രവേശനത്തെ അതിജീവിച്ച് ഭൂമിയിലേക്ക് പതിക്കുകയും വൻതോതിൽ ഊർജം പുറത്തുവിടുകയും ചെയ്യും. ഈ ആഘാതം കേരളത്തെ നശിപ്പിക്കുക മാത്രമല്ല, മുഴുവൻ ഭൂമിയിലും വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ടൈറ്റനസ് ഭൂമിയിലേക്ക് നീങ്ങുമ്പോൾ ശാസ്ത്രജ്ഞരും ബഹിരാകാശ ഏജൻസികളും ഭീഷണി വിലയിരുത്താൻ ഓടിയെത്തി. മാസങ്ങൾ നീണ്ട നിരീക്ഷണത്തിന് ശേഷം അവരുടെ ഏറ്റവും വലിയ ഭയം സ്ഥിരീകരിച്ചു. ടൈറ്റനസ് കേരളവുമായി കൂട്ടിയിടിക്കുന്ന പാതയിലായിരുന്നു. ഈ വാർത്ത ആഗോളതലത്തിൽ പരിഭ്രാന്തി പരത്തി. അടിയന്തര യോഗങ്ങൾ വിളിക്കുകയും വരാനിരിക്കുന്ന ദുരന്തത്തെ നേരിടാൻ ഇന്ത്യയിലെയും കേരളത്തിലെയും സർക്കാരുകൾ തയ്യാറെടുക്കുകയും ചെയ്തു. എന്നാൽ ആഘാതം സംഭവിക്കാൻ ആഴ്ചകൾ മാത്രമുള്ളതിനാൽ സമയം തീർന്നുകൊണ്ടിരുന്നു. ടൈറ്റനസ് ആഘാതത്തിൽ വലിയ ഊർജം അഴിച്ചുവിടുമെന്ന് വിദഗ്ധർ പെട്ടെന്ന് കണക്കാക്കി. മണിക്കൂറിൽ 72,000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാൽ അത് ദശലക്ഷക്കണക്കിന് ആണവ ബോംബുകൾക്ക് തുല്യമായ ഊർജം പുറത്തുവിടും. തൽഫലമായി ഉണ്ടാകുന്ന സ്ഫോടനം ഒരു വലിയ ഷോക്ക് വേവ് സൃഷ്ടിക്കുകയും 100 കണക്കിന് കിലോമീറ്ററുകൾ വ്യാപിക്കുകയും അതിൻ്റെ പാതയിലെ എല്ലാം നശിപ്പിക്കുകയും ചെയ്യും. കേരളത്തിലെ ഏറ്റവും വലിയ നഗര കേന്ദ്രങ്ങളായ കൊച്ചി, തിരുവനന്തപുരം തുടങ്ങിയ നഗരങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകും. ഷോക്ക് വേവ് കെട്ടിടങ്ങളെ തകർക്കുകയും റോഡുകൾ നശിപ്പിക്കുകയും മൈലുകളോളം അവശിഷ്ടങ്ങൾ പടർത്തുകയും ചെയ്യും. ആഘാതം ഒരു സ്ഫോടനത്തിന് കാരണമാകുക മാത്രമല്ല, അത് ഒരു വലിയ ഭൂകമ്പത്തിനും കാരണമാകും. ഈ ശക്തി ഭൂമിയെ കുലുക്കുകയും കേരളത്തിന്റെ തീരദേശ സമതലങ്ങൾ, കുന്നുകൾ, കായലുകൾ എന്നിവയുടെ വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്രത്തിലുടനീളം നാശം വിതയ്ക്കുകയും ചെയ്യും. ഉരുൾപൊട്ടൽ മലയോര പ്രദേശങ്ങളിലെ റോഡുകളും വീടുകളും ആളുകളെയും കുഴിച്ചുമൂടും. കെട്ടിടങ്ങൾ തകരുകയും ഇതിനകം തകർന്ന അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കപ്പെടുകയും ചെയ്യും. കേരളത്തിലെ ജീവന്റെ കേന്ദ്രമായ പ്രശസ്തമായ കായലുകൾ ഭൂചലനത്താൽ തടസ്സപ്പെടും. ജലനിരപ്പ് ഉയരുമ്പോൾ ഭൂമി അവയ്ക്ക് താഴേക്ക് നീങ്ങും. ടൈറ്റനസിന്റെ ആഘാതത്തിൽ ഏറ്റവും മോശം ഫലം അത് അന്തരീക്ഷത്തിലേക്ക് എറിയുന്ന കൂറ്റൻ അവശിഷ്ടങ്ങളിൽ നിന്നാണ്. ഈ അവശിഷ്ടങ്ങൾ ദിവസങ്ങളോ ആഴ്ചകളോ സൂര്യപ്രകാശത്തെ തടയുകയും താപനിലയിൽ നാടകീയമായ കുറവുണ്ടാവുകയും ചെയ്യും. ശാസ്ത്രജ്ഞർ ഈ പ്രതിഭാസത്തെ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഇമ്പാക്റ്റ് വിന്റർ എന്ന് വിളിക്കുന്നു. തണുപ്പിക്കൽ ലോകമെമ്പാടുമുള്ള കൃഷിയെ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കൃഷി സമ്പദ് വ്യവസ്ഥയുടെ മൂലക്കല്ലായ കേരളത്തിൽ തണുപ്പ് മൂലമുണ്ടാകുന്ന വിളനാശങ്ങൾ കടുത്ത ഭക്ഷ്യക്ഷാമത്തിലേക്ക് നയിച്ചേക്കാം. വെള്ളത്തിനും കൃഷിക്കും അത്യന്താപേക്ഷിതമായ സാധാരണ മൺസൂൺ മഴ പ്രവചനാതീതമായി തീരുകയും ചില പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും മറ്റു പ്രദേശങ്ങളിൽ വരൾച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യും. ആഗോള തണുപ്പിക്കൽ കൃഷിയെ തടസ്സപ്പെടുത്തുക മാത്രമല്ല, വിനാശകരമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്കും കാരണമാകും. മത്സ്യബന്ധനത്തെ വളരെയധികം ആശ്രയിക്കുന്ന കേരളത്തിലെ തീരപ്രദേശങ്ങളെ ഉൽക്കയുടെ ആഘാതം സൃഷ്ടിച്ച സുനാമി പോലുള്ള തിരമാലകൾ ബാധിക്കും. 100 കണക്കിന് അടി ഉയരമുള്ള ഈ തിരമാലകൾ ആലപ്പുഴ, കൊല്ലം, കൊച്ചി തുടങ്ങിയ തീരദേശ പട്ടണങ്ങളെ വെള്ളത്തിനടിയിലാക്കുകയും ചെയ്യും. വീടുകൾ, ബോട്ടുകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഒലിച്ചു പോവുകയും സങ്കല്പിക്കാനാവാത്ത നാശം സംഭവിക്കുകയും ചെയ്യും. ഇത്രയും വലിയ നാശനഷ്ടങ്ങളിൽ നിന്ന് കരകയറാൻ വർഷങ്ങളോ പതിറ്റാണ്ടുകളോ എടുത്തേക്കാം. ആഘാതത്തിൽ നിന്നുള്ള ചൂട് കേരളത്തിലുടനീളം വൻ തീപിടുത്തത്തിന് കാരണമാകും. ഇടതൂർന്ന വനങ്ങൾ അനിയന്ത്രിതമായി പടരുന്ന കാട്ടുതീയാൽ നശിപ്പിക്കപ്പെടുകയും അവയുടെ പശ്ചാത്തലത്തിൽ വ്യാപകമായ നാശമുണ്ടാക്കുകയും ചെയ്യും. ചൂട്, ഞെട്ടിക്കുന്ന തിരമാലകൾ, തകർന്ന കെട്ടിടങ്ങൾ എന്നിവ തീപിടുത്തത്തിന് കാരണമായതിനാൽ നഗരപ്രദേശങ്ങൾ കൂടുതൽ ദുരിതത്തിലാകും. കട്ടിയുള്ള പുക വായുവിൽ നിറയുകയും ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. ഇതിനകം തന്നെ പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞ ആശുപത്രികൾ വായുവിന്റെ ഗുണനിലവാരം വഷളാകുന്നതിനാൽ
കൂടുതൽ സമ്മർദ്ദം നേരിടേണ്ടി വരും. ശ്വസന പ്രശ്നങ്ങളുള്ള ആളുകൾ എമർജൻസി മുറികളിൽ നിറയുകയും വർദ്ധിച്ചു വരുന്ന ആവശ്യത്തെയും പരിമിതമായ വിഭവങ്ങളെയും നേരിടാൻ മെഡിക്കൽ ജീവനക്കാർ ബുദ്ധിമുട്ടുകയും ചെയ്യും. ആഘാതത്തിന് ശേഷമുള്ള ദിവസങ്ങൾ കഴിയുന്തോറും സ്ഥിതിഗതികൾ വഷളായിക്കൊണ്ടിരിക്കും. ആഗോള താപനിലയിലെ ഇടിവ് ലോകമെമ്പാടുമുള്ള കാലാവസ്ഥാ രീതികളെ തടസ്സപ്പെടുത്തുകയും കേരളത്തിലെയും അതിനപ്പുറത്തെയും ആളുകൾക്ക് അടുത്തതായി എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ പ്രയാസകരമാക്കുകയും ചെയ്യും. വിളകൾ പരാജയപ്പെടുകയും ഭക്ഷ്യ ഉൽപാദനം ദുർബലമാവുകയും ചെയ്തതിനാൽ തണുപ്പ് വ്യാപകമായ ക്ഷാമത്തിലേക്ക് നയിച്ചേക്കാം. ടൈറ്റനസിന്റെ കൂട്ടിയിടിയുടെ പ്രത്യാഘാതങ്ങൾ കേരളത്തെ മാത്രമല്ല ബാധിക്കുക, അവ ആഗോളതലത്തിൽ അനുഭവപ്പെടുകയും ലോകമെമ്പാടുമുള്ള ആവാസ വ്യവസ്ഥകളെയും വ്യവസായങ്ങളെയും സമ്പദ് വ്യവസ്ഥകളെയും തടസ്സപ്പെടുത്തുകയും ചെയ്യും. ദുരന്തത്തോടുള്ള പ്രതികരണമായി അപകട മേഖലകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുക എന്നതാണ് കേരളത്തിന്റെ ആദ്യപടി. ദേശീയ അന്തർദേശീയ ഏജൻസികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന സംസ്ഥാന സർക്കാർ സുനാമി തിരകൾ ആദ്യം ആഞ്ഞടിക്കുന്ന തീരപ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ തുടങ്ങും. തീരത്തിനടുത്ത് താമസിക്കുന്നവർക്ക് അധികൃതർ അടിയന്തര മുന്നറിയിപ്പ് നൽകുകയും അവരെ സുരക്ഷിതമായ ഉൾനാടൻ പ്രദേശങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. നഗരത്തിൽ നിന്ന് പലായനം ചെയ്യുന്നവർക്ക് അഭയം നൽകുന്നതിനായി തീരത്ത് നിന്ന് വളരെ അകലെയുള്ള മലയോര പ്രദേശങ്ങളിൽ ഒഴിപ്പിക്കൽ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. ഉൽക്ക ഇടിച്ചു കഴിഞ്ഞാൽ അതിജീവിച്ചവരെ രക്ഷപ്പെടുത്തുന്നതിനും പരിക്കേറ്റവർക്ക് വൈദ്യസഹായം നൽകുന്നതിനും അടിയന്തര മുൻഗണന നൽകണം. തകർത്ത റോഡുകൾ, തകർന്ന കെട്ടിടങ്ങൾ, ഗതാഗതം ഏതാണ്ട് അസാധ്യമായ സാഹചര്യം എന്നിവയാൽ സ്ഥിതിഗതികൾ കുഴപ്പത്തിലാകും. ജീവൻ രക്ഷിക്കാൻ ഫസ്റ്റ് എയ്ഡ് നൽകാനും അശ്രാന്തമായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ അടിയന്തര സേവനങ്ങൾ നിറഞ്ഞൊഴുകും. വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും കൈകാര്യം ചെയ്യുന്നതിൽ വിദഗ്ധരായ സംസ്ഥാന ദുരന്ത പ്രതികരണ സംഘങ്ങൾ, പ്രാദേശിക അധികാരികൾ, സൈന്യം, അന്താരാഷ്ട്ര സഹായ സംഘടനകൾ എന്നിവയുമായി ഏകോപിപ്പിച്ച് കഴിയുന്നത്ര ആളുകൾക്ക് സഹായം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കും. ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങളിൽ മെഡിക്കൽ ടീമുകളെ വിന്യസിക്കും. അവിടെ ആശുപത്രികളും ക്ലിനിക്കുകളും മരണസംഖ്യയാൽ നിറഞ്ഞിരിക്കും. ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ താൽക്കാലിക മെഡിക്കൽ ക്യാമ്പുകൾ സ്ഥാപിക്കുകയും വീഴുന്ന അവശിഷ്ടങ്ങൾ, പൊള്ളൽ, മറ്റ് ആഘാതങ്ങൾ എന്നിവയിൽ നിന്നുള്ള പരിക്കുകൾ ചികിത്സിക്കാൻ ഡോക്ടർമാരും നഴ്സുമാരും മുഴുവൻ സമയവും പ്രവർത്തിക്കുകയും ചെയ്യും. ഭക്ഷണം, വെള്ളം, മരുന്നുകൾ തുടങ്ങിയ മെഡിക്കൽ വിതരണങ്ങൾക്ക് നിർണായകമായ ആവശ്യമുണ്ടാകും. ഈ വിഭവങ്ങളുടെ വിതരണം കൈകാര്യം ചെയ്യുന്നത് ദുരന്ത പ്രതികരണ ശ്രമത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നായി മാറും. പ്രത്യാഘാതത്തെ തുടർന്ന് കേരളത്തെ പുനർനിർമ്മിക്കുന്നത് വലിയ വെല്ലുവിളിയാകും. ടൈറ്റനസ് മൂലമുണ്ടായ വ്യാപകമായ നാശനഷ്ടങ്ങൾ കാരണം അടിസ്ഥാന സൗകര്യങ്ങൾ, വീടുകൾ, ബിസിനസ്സുകൾ എന്നിവ പുനഃസ്ഥാപിക്കാൻ വർഷങ്ങളെടുക്കും. റോഡുകൾ, ആശുപത്രികൾ, സ്കൂളുകൾ, ജലവിതരണം തുടങ്ങിയ നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുന്നതിൽ സർക്കാർ ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കും. പുനർനിർമ്മാണത്തോടൊപ്പം അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുന്നതും ഭാവിയിലെ ഭീഷണികൾക്ക് മികച്ച തയ്യാറെടുപ്പിനായി കൂടുതൽ ഫലപ്രദമായ നേരത്തെയുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ നടപ്പാക്കുന്നതും ഉൾപ്പെടെ മെച്ചപ്പെട്ട ദുരന്ത പ്രതിരോധ തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതിന് ശക്തമായ മുന്നേറ്റമുണ്ടാകും. ബഹിരാകാശ ഗവേഷണത്തിന്റെ നിർണായക ആവശ്യകത ഈ ഉൽക്കാക്രമണം എടുത്തു കാണിക്കും. ദുരന്തത്തെ തുടർന്ന് ഭാവിയിലെ ഉൽക്ക ആഘാതങ്ങൾ കണ്ടെത്തുന്നതിനും തടയുന്നതിനും ബഹിരാകാശ സാങ്കേതിക വിദ്യകളിൽ നിക്ഷേപം നടത്തേണ്ടതിന്റെ പ്രാധാന്യം കേരളവും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളും തിരിച്ചറിയും. ഭൂമിയിൽ എത്തുന്നതിന് മുൻപ് വലിയ ഛിന്നഗ്രഹങ്ങളെയും ഉൽക്കകളെയും കണ്ടെത്താനും വ്യതിചലിപ്പിക്കാനും കഴിവുള്ള ഗ്രഹപ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിന് ലോകമെമ്പാടുമുള്ള സർക്കാരുകൾ സഹകരിക്കും. ഭാവിയിലെ പ്രപഞ്ച ഭീഷണികളിൽ നിന്ന് മനുഷ്യരാശിയെ സംരക്ഷിക്കാൻ ബഹിരാകാശ ഏജൻസികൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ഇത് ആഗോള മുൻഗണനയായി മാറും. ചുരുക്കത്തിൽ കേരളത്തിൽ ടൈറ്റനസിന്റെ സ്വാധീനം ചരിത്രത്തെ മാറ്റിമറിക്കുന്ന ഒരു വിനാശകരമായ സംഭവമായിരിക്കും. ഷോക്ക് വേവുകൾ, സുനാമികൾ, തീപിടുത്തങ്ങൾ, ഭൂകമ്പങ്ങൾ എന്നിവയിൽ നിന്നുള്ള പെട്ടെന്നുള്ള നാശം വിനാശകരവും ആഗോള തണുപ്പും കാലാവസ്ഥാ തടസ്സങ്ങളും പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കുകയും ക്ഷാമത്തിലേക്കും കൂടുതൽ പാരിസ്ഥിതിക നാശത്തിലേക്കും നയിക്കുകയും ചെയ്യും. എന്നിരുന്നാലും ദേശീയ അന്തർദേശീയ ഏജൻസികളുടെ പിന്തുണയോടെ കേരളത്തിന്റെ പ്രതികരണം ഭാവിയിലെ ദുരന്തങ്ങൾ ലഘൂകരിക്കുന്നതിൽ മാനുഷിക മനോഭാവത്തിന്റെ പ്രതിരോധശേഷിയും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നിർണായക പങ്കും പ്രകടമാക്കും. ബഹിരാകാശ ഭീഷണികളോടുള്ള ഭൂമിയുടെ ദുർബലതയെക്കുറിച്ചും അത്തരം സംഭവങ്ങളെ നേരിടാനുള്ള തയ്യാറെടുപ്പിന്റെ ആവശ്യകതയെക്കുറിച്ചും ഈ ദുരന്തം ഒരു വ്യക്തമായ ഓർമ്മപ്പെടുത്തലായി വർത്തിക്കും. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.